ഹായ് നോഫാപ്പ് ബാരിയർ. നിങ്ങളിൽ മോസ്റ്റ് ഓഫ് ദ ആളുകളും ഒരു തെറ്റായ മൈൻഡ് സെറ്റിലാണ് ഈ നോഫാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഞാനിപ്പോ 30 ദിവസം കംപ്ലീറ്റ് ആയി, എനിക്കിനി ഫോണ് കാണാം, മാസ്റ്റർബേറ്റ് ചെയ്യുക, യെസ് കംപ്ലീറ്റ് ആയി, ഇനി കഴിഞ്ഞു, ഇനി എനിക്ക് വീണ്ടും പഴയ പോലെ പോവാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഈ ഒരു മൈൻഡ് സെറ്റോടുകൂടി പലരും വരാറുണ്ട്. ഒരു കാര്യം പറയാം, ഇങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നോഫാപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇപ്പൊ നിങ്ങൾ ഈ മൈൻഡ് സെറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും അല്ല ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് നോഫാപ്പിന്റെ ഉള്ളിലേക്ക് വരണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമാണ്. ആദ്യത്തെ 30 ദിവസത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷെ അത് ഒരു 40, 50, 60 ദിവസം ആവുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബെനിഫിറ്റ് എന്നുള്ളത് കിട്ടുന്നുണ്ടാവുക. നിങ്ങൾ തന്നെ ഒരു മിനിറ്റ് ആലോചിച്ച് നോക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ചലഞ്ച് ചെയ്യാനായിട്ട് വന്നത്? ജസ്റ്റ് ഒരു 30 ദിവസം എന്തെങ്കിലും ചെയ്ത് മെയിൻറ്റെയിൻ ആവുക, അതിന് ശേഷം റിലാപ്സ് ആയി പോവുക. നിങ്ങൾ തന്നെ ഒരു മിനിറ്റ് ആലോചിച്ച് നോക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ചലഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇതിന്റെ അകത്ത് വന്നത്? എന്തെങ്കിലും 30 ദിവസം ചെയ്ത് 30 ദിവസം കഴിയുന്ന സമയത്ത് ശരി ഇനി റിലാപ്സ് ആവാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണോ വന്നിട്ടുള്ളത്? നിങ്ങൾ എന്തിനാണ് ഇത് പ്രോപ്പർ ആയിട്ട് 30 ദിവസം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30 ദിവസം കഴിയുന്ന സമയത്തും നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഡ്രൈവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ 30 ദിവസം കഴിഞ്ഞതും ശരി ഇനി എനിക്ക് എൻ്റെ ഓൾഡ് ലൈഫിലേക്ക് തിരിച്ചു പോവാം എന്നുള്ള രീതിയിലല്ല ചിന്തിക്കേണ്ടത്. ഈ ഒരു ചലഞ്ചിൽ നിന്നുള്ള മാക്സിമം ബെനിഫിറ്റ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 30 ദിവസത്തോടു കൂടി നിർത്താതെ അത് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. വൺസ് ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾ കാണാനായിട്ട് തുടങ്ങുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു പ്ലഷർ, ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്ന ഈ വാക്ക് നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളത് പോലും ഇല്ല. നിങ്ങൾ 30 ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും റിലാപ്സ് ആയി ഒരു 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പഴയ പോലെ ഫോൺ മാസ്റ്റർബേറ്റ് ചെയ്ത് തന്നെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ 15 ദിവസം കഴിഞ്ഞ് നിങ്ങളൊന്ന് തിരിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഈ 30 ദിവസത്തിന് ശേഷം ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഡൗൺ ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ പറയാനുള്ളത് നോഫാപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഇനി നിങ്ങൾക്ക് നമ്മളുടെ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ 21 ഡേ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നാട്ടിൽ നിന്നും പ്രവാസികളും വർക്ക് ചെയ്യുന്ന ആളുകളും 30-40 വയസ്സുള്ള ഒരുപാട് ആളുകളാണ് ഇന്ന് ഡേ ബൈ ഡേ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് മാത്രം ആവശ്യമായിട്ട് വരും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സീരിയസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തേക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ.